ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഓൺലൈനിൽ കണ്ടൊരു വാർത്ത. കഴിഞ്ഞ 2-3 ദിവസത്തെ പോലീസിൻ്റെ ലഹരി വേട്ടക്കിടയിൽ 4000-ത്തിലധികം പേരെ അറസ്റ്റ് ചെയ്തെന്നാണ് പറഞ്ഞത്. കേരളത്തിൽ എത്ര സിനിമാക്കാരെ അറസ്റ്റ് ചെയ്ത് എണ്ണം പറ. അതിൽ ഡോക്ടേഴ്സുണ്ട്, ബിസിനസ്സുകാരുണ്ട്, പല പ്രൊഫഷനുള്ളവരുണ്ട്. മീഡിയ അറ്റൻഷൻ എന്നേ എനിക്കിതിനെ തോന്നുന്നുള്ളൂ. അല്ല, ഒരാളാണെങ്കിലും തെറ്റല്ലേ? അതെ, ഉറപ്പായിട്ടും. അല്ല, അതിനകത്ത് അങ്ങനെ ന്യായീകരണമൊന്നുമില്ല. അതിപ്പോൾ ആരായാലും തെറ്റല്ലേ, ഉറപ്പായിട്ടും. അല്ല, ഞാൻ പറയുന്നത് 4000-ത്തിലധികം പേര്, അങ്ങനെയല്ലേ, അങ്ങനെയാണ് ഞാൻ വാർത്ത കണ്ടത്. 4000-ത്തിലധികം പേരെ അറസ്റ്റ് ചെയ്തെന്നാണ് പറഞ്ഞത്. എറണാകുളത്തോ എന്തോ കോമ്പ് ചെയ്തിട്ട്. അല്ലല്ല, 4000-ത്തിലധികം പേരെ കഴിഞ്ഞ ഈ ദിവസങ്ങളിലെ മൊത്തം അറസ്റ്റ് രേഖപ്പെടുത്തിയ കേസുകളുണ്ടെന്നാണ് പറഞ്ഞത്. 4000-ത്തിലധികം. 400 പേരെ അറസ്റ്റ് ചെയ്തെന്ന് പറയുന്നത് ഒരു രാത്രിയിലത്തെ കേസാണ്. കൊച്ചിയിൽ ഒരു നൈറ്റ് നടന്ന റെയ്ഡിൻ്റെ കേസാണ്. അപ്പം ഒരാൾ കുറവാന്നല്ല ഞാൻ പറയുന്നത്. അപ്പം അതൊരു നിനക്കെന്താണ് തോന്നുന്നത് അതിനെക്കുറിച്ച്? 4800 പേര് മൊത്തം കേസുകൾ അറസ്റ്റ് ചെയ്തു. അപ്പം ഞാൻ പറയുന്നത്, സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടാവും. കാരണം സിനിമ ഈ സൊസൈറ്റിയിലുള്ള സാധനം തന്നെയാണ്. അത് വേറെ പ്രത്യേകിച്ചൊരു സ്ഥലത്തുള്ളതൊന്നുമല്ല. തീർച്ചയായിട്ടും ഈ സമൂഹത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ സിനിമയിൽ ഉപയോഗിക്കുന്നവരുണ്ടാവും. പക്ഷെ അതിൽ ക്രമാതീതമായിട്ടുള്ള ഒരു അളവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇന്നുവരെ. അതാണ് എൻ്റെ അഭിപ്രായം. സിനിമയിൽ അങ്ങനെ ലഹരിയുടെ ഉപയോഗം കുറവാണെന്നാണോ അതിൻ്റെ അർത്ഥം? അതായത് അങ്ങനെ ഒരു സംഭവം കുഴപ്പമില്ല, എല്ലായിടത്തും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു. ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റുന്നതല്ല. അത് എവിടെയായാലും ഏത് മേഖലയിലായാലും നമുക്ക് പറ്റുന്നതാണോ? അല്ല, അനുവദനീയമല്ലാത്തൊരു സാധനം നമുക്കിവിടെ പറ്റില്ല. അങ്ങനെ തന്നെയാണല്ലോ. ഒരു കാരണവശാലും അത് പറ്റില്ല.